പറഞ്ഞാൽ എക്സാംസ് ഒന്നും എഴുതാതെ നമുക്ക് ഗവൺമെൻറ് ജോലി സ്വന്തമാക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, അതിനായിട്ട് നമ്മൾ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ എങ്ങനെ സമർപ്പിക്കണം, ഏതൊക്കെ രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര വേക്കൻസി ഉണ്ട്, ഏജ് എത്രയാണ് എന്നതിനെ പറ്റിയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക, അതിനുശേഷം ആപ്ലിക്കേഷൻ സമർപ്പിക്കുക, എന്നിട്ട് നല്ലൊരു ഗവൺമെൻറ് ജോലി സ്വന്തമാക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. കേരള PSC എക്സാം എഴുതി മടുത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണാവസരം. എക്സാം ഇല്ലാതെ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി സ്വന്തമാക്കാൻ പറ്റും. ആയുർവേദ റിസർച്ച് സൊസൈറ്റിയുടെ കീഴിൽ ലാബ് ടെക്നീഷ്യൻ, ക്ലർക്ക്, LED ടൈപ്പിസ്റ്റ്, ആയുർവേദ തെറാപ്പിസ്റ്റ് എന്ന തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ് വേണ്ടത്. അപ്പം യോഗ്യരായ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മൊത്തം 10 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ജോലിക്കായി ഓൺലൈനായി 2024 ഡിസംബർ 31 മുതൽ 2025 ജനുവരി 20 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് നടത്തുന്നത്. നമുക്ക് ഓൾ ഓവർ കേരളയിൽ ജോലി ചെയ്യാൻ പറ്റുന്നതാണ്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കണം. അത് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട്. ഓരോ തസ്തികയുടെ പേരും ഒഴിവുകളുടെ എണ്ണവും സാലറികളും താഴെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാബ് ടെക്നീഷ്യനാണ്. ലാബ് ടെക്നീഷ്യന് 2 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് 35,600-നും 7,400-നും 75,400-നും ഇടയ്ക്കാണ് സാലറി വരിക. പിന്നെ ക്ലർക്ക് ആകുമ്പോഴത്തേക്കിനും 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതും 26,500-നും 60,700-നും ഇടയ്ക്കാണ് സാലറി. ക്ലർക്ക് 2 പോസ്റ്റ് SCക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്, സംവരണം ചെയ്തിട്ടുണ്ട്. അവർക്കും ഇതേ തന്നെയാണ് സാലറി കിട്ടുക. പിന്നെ LD ടൈപ്പിസ്റ്റ് അവർക്ക് 1 വേക്കൻസി, അതും സംവരണം ചെയ്തിരിക്കുന്നതാണ് SCക്കാർക്ക്. അതും ക്ലർക്കിന് കിട്ടുന്ന അതേ സാലറി തന്നെ ആയിരിക്കും. പിന്നെ ആയുർവേദ തെറാപ്പിസ്റ്റ്, അതും മെയിലിനാണ് അവർ കൂടുതൽ പ്രിഫറൻസ് നൽകുന്നത്. അതും SCക്കാർക്ക് റിസർവ്ഡാണ്. 1 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അത് 27,900-നും 63,700-നും ഇടയ്ക്കാണ് സാലറി. പിന്നെ LD ടൈപ്പിസ്റ്റ്, അത് ഒരെണ്ണം റിസർവ്ഡ് ഫോർ PH. അത് സാലറി 26,500-നും 60,700-നും ഇടയ്ക്കാണ് സാലറി. പിന്നെ പ്രായപരിധി കൊടുത്തിട്ടുണ്ട്. ഈ 10 ഒഴിവുകളിലേക്കും നമുക്ക് അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ മിനിമം 18 വയസ്സ് തികഞ്ഞിരിക്കണം. 18 വയസ്സിനും 41 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ആർക്കും ഈ ഒരു 10 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നമ്മൾ +2 പാസ്സായവരായിരിക്കണം, അതും സയൻസ് ഗ്രൂപ്പിൽ. പിന്നെ VHSC എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ആയവരായിരിക്കണം. അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പാസ്സായവരായിരിക്കണം. അതല്ലെങ്കിൽ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കോഴ്സ് പാസ്സായവരായിരിക്കണം. ക്ലർക്കാണെങ്കിൽ SLC പാസ്സായവരായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നോളജ് ഉള്ളവരായിരിക്കണം. LD ടൈപ്പിസ്റ്റ് ആണെങ്കിൽ നമ്മൾ KGT എന്ന് പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് കോഴ്സ് കംപ്ലീറ്റ് ആയവരായിരിക്കണം. അതും മലയാളം റൈറ്റിങ്ങും ഇംഗ്ലീഷ് റൈറ്റിങ്ങും ഒക്കെ അറിഞ്ഞവരായിരിക്കണം. പിന്നെ ആയുർവേദ തെറാപ്പിസ്റ്റ്, അത് മെയിലിനാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതിന് SLC പാസ്സായിരിക്കണം. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്ന തെറാപ്പിസ്റ്റ് കോഴ്സ്, ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായവരായിരിക്കണം. പിന്നെ LD ടൈപ്പിസ്റ്റിന് നേരത്തെ പറഞ്ഞതുപോലെ KGT ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ അതിന് റെലവൻ്റ് ആയിട്ടുള്ള കോഴ്സാണെങ്കിലും പാസ്സായാൽ മതി. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് പ്രത്യേക ഫീസുണ്ട്. ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ 500 രൂപയും SC ST കാറ്റഗറിക്കാണെങ്കിൽ 300 രൂപയാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്. പിന്നെ നമുക്ക്
ഓൺലൈൻ വഴി ക്യാഷ് അടയ്ക്കാൻ പറ്റും. സ്ത്രീകൾക്ക് ഫീസ് ഇളവുകൾ ഉണ്ട്. പിന്നെ പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്നവർക്കും ഫീസ് എലമെൻ്റ് ഉള്ളതാണ്. പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. എന്നിട്ട് ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ലിങ്ക് തിരഞ്ഞെടുത്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ള പൊസിഷനിലെ വേക്കൻസിയുടെ യോഗ്യതകൾ നോക്കിയിട്ട് അക്കൗണ്ട് സൈനപ്പ് ചെയ്തിട്ട് അപേക്ഷ പൂർത്തിയാക്കുക. എന്നിട്ട് ഫീസ് അടിച്ചിട്ട് പ്രിൻ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾക്ക് ആദ്യം നമ്മുടെ രജിസ്റ്റർ ചെയ്യാനുള്ള സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് അപേക്ഷ സമർപ്പിച്ച് ഫീസ് അടയ്ക്കുക. ഓൺലൈൻ വഴി ഫീസ് അടയ്ക്കാവുന്നതാണ്. ഫീസ് അടച്ചിട്ട് നമ്മുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഒരെണ്ണെടുത്ത് കൈ സൂക്ഷിക്കുക. അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന ടൈമിൽ നമ്മൾ ആ ഒരു പ്രിൻ്റ് ഔട്ടൊക്കെ ആയിട്ട് പോകണം. പിന്നെ ഫീസ് അടയ്ക്കാത്തവരുടെ അപേക്ഷ അവർ സ്വീകരിക്കുന്നതല്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ, എക്സാം ഇല്ല. അപ്പം മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ, സീ യു.